നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് നടന്ന ആ കോളേജിലേക്ക് മുന്നിലേക്ക് എസ്എഫ്ഐയുടെ മാർച്ച് നടക്കുകയാണ്. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കുമാണ് പോകുന്നത്. സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, വലിയ തരത്തിൽ ആ റാഗിംഗ് എന്ന് പറഞ്ഞാൽ അതിക്രൂരമായ, ഒരുപക്ഷെ മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറം ഈ 20ഉം 22ഉം വയസ്സുള്ള ഈ വിദ്യാർത്ഥികൾ സഹപാഠികളോട് എങ്ങനെ ഇത്ര ക്രൂരത ചെയ്തു എന്ന് കേരളം ഒരുപക്ഷെ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം. ഇപ്പോൾ എസ്എഫ്ഐ വലിയ തരത്തിലുള്ള പ്രതിഷേധം അവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് അവിടെ നടക്കുന്നത്? ഇപ്പോൾ പ്രതിഷേധം പോലീസ് തടഞ്ഞോ, ജലപീരങ്കി പ്രയോഗിച്ച് എന്താണ് നടക്കാൻ കഴിയുന്നത്? കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ റാഗിംഗുമായി ബന്ധപ്പെട്ട് എസ്എഫ്ഐയുടെ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോളേജിന് മുന്നിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വലിയ തരത്തിലുള്ള പ്രതിഷേധം, ഒരുപക്ഷെ കേരളം നാണിച്ചുപോയ നിമിഷങ്ങൾ. സഹപാഠികൾ മറ്റൊരു സഹപാഠിയെ, കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ വളരെ ക്രൂരമായ തരത്തിൽ ശാരീരിക പീഡനം ഏൽപ്പിച്ചതിൻ്റെ കേരളം ഞെട്ടിപ്പോയ ആ വാർത്ത, റാഗിങ്ങിനെ അതിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐ ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. സനോജ് ചേരുന്നു. സനോജ്, വലിയ തരത്തിലുള്ള പ്രതിഷേധം എസ്എഫ്ഐ അവിടെ നടത്തുകയാണ്. എന്താണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? എസ്എഫ്ഐയുടെ മാർച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് കോളേജ് ക്യാമ്പസിലേക്ക് കടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടയുകയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടുകൂടി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ ABVPയുടെ നേതൃത്വത്തിൽ സമരമുണ്ടായിരുന്നു. ക്യാമ്പസിനുള്ളിൽ കടന്ന 5ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പിന്നീട് KSUവിന്റെ പ്രതിഷേധവും നടന്നു. KSUവും സമാനമായ രീതിയിൽ മാർച്ച് നടത്തുകയും പോലീസ് വലയം ഭേദിച്ച് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനെ തുടർന്ന് സംഘർഷാവസ്ഥയുണ്ടായി. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ട് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിലേക്ക് മാർച്ച് നടത്തിയത്. ഈ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എസ്എഫ്ഐയുടെ മാർച്ച്. ഒപ്പം തന്നെ വാർഡനായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി വേണമെന്നും ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് എസ്എഫ്ഐ മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ എസ്എഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആഷിഖിന്റെ നേതൃത്വത്തിലാണ് ഈ മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. ഇതിനെ തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ സമരം സമാധാനപരമായി മുന്നോട്ട് പോവുകയാണ്. സുജു.